ഇത് 17 രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റിലും അതുപോലെ തന്നെ റീറ്റെയിലിൽ 20 രൂപയ്ക്കാണ് ഈ ഒരു റോസ് പ്ലാന്റ് കൊടുക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചതാണ് കോളീസ് പ്ലാന്റ് നഴ്സറിയിൽ വാങ്ങിക്കാൻ കിട്ടുമോയെന്ന്. ഈ ഒരു നഴ്സറി നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20 റുപ്പീസും അതുപോലെ റെയർ ആയിട്ടുള്ളതിന് 40 റുപ്പീസും. ഡയന്തസ് ചെറിയ കവറിനുള്ളതിന് 20 റുപ്പീസാണ് വരുന്നത്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ റീറ്റെയിലായിട്ടും നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റിയ ഒരിടമാണ് കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൈസും നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ 50 എണ്ണം കുറഞ്ഞത് എടുക്കേണ്ടി വരും. ഒരുപാട് നഴ്സറികൾ നോക്കിയെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടും വളരെ ചീപ്പായിട്ടും കൊടുക്കുന്നത് പൂജ നഴ്സറിയിലാണ്. ഇത് വന്നിട്ട് മണ്ണുത്തിയിലാണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു റോസ് പ്ലാന്റിന് 20 രൂപയ്ക്കാണ് റീറ്റെയിൽ. നമ്മൾ ചെന്ന് ഓരോന്നായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ 20 രൂപയാണ് വരുന്നത്. ഹോൾസെയിലിന് വന്നിട്ട് റേറ്റ് 17 രൂപയാണ്. ഈ കാണുന്ന എല്ലാ റോസ് പ്ലാന്റും ചെറിയ കവറിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനാണ് ഈ ഒരു റേറ്റ് വരുന്നത്. എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന സമയത്താണെങ്കിലും ഒരുപാട് പേര് ബൾക്കായിട്ട് വന്ന് റോസ് കൊണ്ടുപോകുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്ക്. അതിൽ കൂടുതലായിട്ട് പോകുന്നതും ഈ 20 രൂപയുടെയും അതുപോലെ തന്നെ 120 രൂപയുടെയും റോസുകളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഞാൻ ഈ പൂജ നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം ചോദിച്ചത് ഇതിന് എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. കാരണം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം പുള്ളിക്കാരി ഒരു മടിയും കൂടാതെ ഇതിൻ്റെ ഓണർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ റോസ് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഒരു പരാതി ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പക്ഷേ അതിന് നമ്മൾ അത് റോസിൻ്റെ പൂക്കൾ കഴിയുമ്പോൾ അതൊന്ന് വെട്ടി കൊടുത്തിട്ട് അതിനെ കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ മതി. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എത്ര സമയത്ത് ഇടവേളയിട്ട് കൊടുക്കണം? ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അത് പിന്നെ ചാണകപ്പൊടിയും ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പൊട്ടാഷ് ഒരു അല്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ NPK വളം ഇട്ട് കൊടുക്കുക. പൂജ നഴ്സറിയാണത്, മണ്ണുത്തി. ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർക്ക് മണ്ണുത്തി സെൻറ്ററിന് ലെഫ്റ്റ് തിരിഞ്ഞ് പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്ന് വരാം. പൂജ നഴ്സറി. ഇവിടെ ഞങ്ങൾക്ക് റോസാണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് 17 രൂപയും മറ്റുള്ളവർക്ക് റീറ്റെയിലൊക്കെ 20 രൂപ വെച്ചിട്ട് കൊടുക്കണം. ഈ ഒരു റോസിന് 40 രൂപയാണ് വരുന്നത്. ഇതൊരു ചെറിയൊരു പോട്ടിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നോക്കിയെടുക്കാം ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും. വളരെ ഭംഗിയുള്ള റോസാണ് ഈ കാണുന്നതെല്ലാം. റോസ് ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും. നമ്മൾ റെയർ ആയിട്ടുള്ള കളേഴ്സ് പോലും നമുക്ക് നോക്കിയെടുക്കാം. ഇതെല്ലാം വന്നിട്ട് 40 റുപ്പീസിൻ്റെ പ്ലാന്റ്സാണ്. ഇതെല്ലാം മഴക്കാലം ആയത് കാരണം പൂക്കൾ ആയി വരുന്നതേ ഉള്ളൂ. കാണുന്ന എല്ലാ പ്ലാന്റ്സിലും നിറയെ ബഡ്സ് ഉണ്ട്. ചെറിയ ചെറിയ മൊട്ടുകളായിട്ട് കാണാം. അപ്പം മിക്കവാറും അടുത്ത ഒരു വീക്കോട് കൂടി ഇതെല്ലാം വിരിയുന്നതായിരിക്കും. അപ്പം പ്ലാന്റ്സ് നമുക്ക് നോക്കിയെടുക്കാനും എളുപ്പമായിരിക്കും. ഡബിൾ ഷെയ്ഡുള്ള പെറ്റൽസിലുള്ള റോസ് പ്ലാന്റ്സിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അതുപോലെ തന്നെ വളരെ റെയറായിട്ടുള്ള പീച്ചും റോസും അതുപോലെ തന്നെ വൈറ്റും റോസും ഒക്കെ ഇടകളറിനുള്ള പെറ്റൽസുള്ള റോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എൻ്റെ കയ്യിലുള്ള റോസിന് ഞാൻ കൊടുക്കുന്ന വെള്ളം കൂടുതലും ഓണിയൻ പീൽ ഫെർട്ടിലൈസർ തന്നെയാണ്. ബാൽക്കണിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. രാവിലത്തെ മോർണിംഗ് സൺലൈറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ പോലും അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കീടങ്ങളുടെ ആക്രമണം വരുമ്പം നമ്മൾ എന്തായാലും എല്ലാ ദിവസവും അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക. കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ് റോസ്. ഈ കാണുന്ന റോസിന് 60 രൂപയാണ് വരുന്നത്. ഇതൊരു പോട്ടിലല്ല, വലിയൊരു കവറിലാണ് വരുന്നത്.
പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൽ 2 സ്റ്റെമ്മാണ് കാണുന്നത്. രണ്ടിലും പൂക്കളൊക്കെ നിറഞ്ഞ് നിൽപ്പുണ്ട്. നമ്മൾ ചെറിയ കവറിലൊക്കെ നമ്മൾ റോസ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. അപ്പം ചെറിയ റോസ് വാങ്ങിച്ചാലും അല്ലെങ്കിൽ വലിയ പോട്ടിലാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ പിന്നെ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആ ഒരു പോട്ടിൽ തന്നെ നമുക്ക് വളമൊക്കെ ഇടയ്ക്കിട്ട് കൊടുക്കണം. റോസിനാകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും വളം കൊടുത്താൽ മാത്രമേ അത് നല്ല ഭംഗിയായിട്ട് നല്ല പൂക്കളുണ്ടായി ഒക്കെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മൾ റോസ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഇത് പൂക്കളുണ്ടായി കഴിഞ്ഞാൽ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കട്ട് ചെയ്യുക. ഒരു 4 ലീഫ് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് നാമ്പുകൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന റോസ് പ്ലാന്റിന് 120 റുപ്പീസാണ്. 120 രൂപയ്ക്കാണ് ഇവരിവിടെ കൊടുക്കുന്നത്. ഇതിൽ 2-3 സ്റ്റെം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഇതൊരു വലിയ പോട്ടിലാണ് വരുന്നത്. ബഡ് റോസും എല്ലാം തന്നെ 120 റുപ്പീസാണ്. ഇതിലും നല്ല ഹെൽത്തി ആയിട്ട് പൂക്കൾ വിരിഞ്ഞിട്ട് ബഡ് റോസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്റ്റെമ്മിൽ തന്നെ ഏകദേശം 10-25 പൂക്കളാണ് കാണാൻ സാധിക്കുന്നത്. നന്നായിട്ട് കെയർ ചെയ്താൽ ഇതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ 120 രൂപ കൊടുത്തിട്ട് നല്ലൊരു പോട്ടിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും വീട്ടിൽ കൊണ്ടുവന്ന് ചിലപ്പം ചിലർക്ക് കുറച്ചും കൂടെ വലിയൊരു പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ റൂട്ട്സ് ഒന്നും തന്നെ പൊട്ടിപ്പോകാതെ നോക്കണം. തലേ ദിവസം തന്നെ നമ്മൾ നടാൻ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് അതിൻ്റെ സോയിലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി അതിൽ കുറച്ച് ചാണകപ്പൊടിയും പൊട്ടാഷ്യം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നു വരുന്നത് കാണാം. ഇവിടെ റോസ് പ്ലാന്റ്സ് മാത്രമല്ല കിട്ടുന്നത്, എല്ലാ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് തൈകളുണ്ട്. ഇപ്പോൾ കിലോ പേരയൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിന് 100 രൂപയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്, ഒരുപാട് പൊക്കം വെക്കാത്തത്. അങ്ങനെയുള്ള പ്ലാന്റ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ വരാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് എല്ലാം ഒന്ന് നോക്കാം. ഇത് ജെർബറ പ്ലാന്റ് ആണ്. ഇതിന് 50 റുപ്പീസാണ് വരുന്നത്. ഒരുവിധം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ലൊരു പോട്ടിലാണ് വന്നിരിക്കുന്നത്. അദീനിയം പ്ലാന്റിന് ഏകദേശം ഈ കാണുന്നതിനൊക്കെ 250 റുപ്പീസാണ് വരുന്നത്. ഇതിലും നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സിന് കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഏത് പ്ലാന്റാണോ വേണ്ടത് അത് നോക്കി സെലക്ട് ചെയ്യാം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടത് കോളീസ് പ്ലാന്റിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കട്ടിങ്സ് അല്ലാതെ റൂട്ട്സോട് കൂടി ഈ ഒരു പ്ലാന്റ് ഏത് നഴ്സറിയിൽ കിട്ടുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു നഴ്സറിയിൽ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റീസിലുള്ളതും വളരെ റെയറായിട്ടുള്ള ഒരുപാട് കോളീസ് പ്ലാന്റ് കണ്ടു. 20 റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് റെയറായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിൽ വന്നിട്ട് 40 റുപ്പീസായിട്ടാണ് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നുണ്ട് പല കളേഴ്സിൽ. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പല നമ്മുടെ കയ്യിലില്ലാത്ത കളേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ്സ് കളക്ട് ചെയ്യാം.
പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്. ഫ്രൂട്ട്സ് റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, പിന്നെ അത് ലോങ്ങൻ, മുന്തിരി, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട്. ഡാലിയ വന്നിട്ട് 30 റുപ്പീസാണ് വരുന്നത്. കുറച്ചും കൂടെ വലിയ പ്ലാന്റാണ്. നമുക്ക് പോട്ടിലാണ് കിട്ടുന്നതെങ്കിൽ 40 റുപ്പീസായിട്ടാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനമാവത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഓർക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ.